ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തനു ടോക്സ്. അപ്പം നമ്മൾ ഉമ്മൽ ക്വീൻ സൂലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ദുബായിൽ വന്നിട്ട് ജസ്റ്റ് എനിക്കൊന്ന് സെക്കൻഡ് മന്തിൽ വിസിറ്റ് ചെയ്തൊരു പാർക്കാണ്. ഫസ്റ്റ് പാർക്ക് ഇൻ ദുബായി ആണ്. അപ്പം ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. ലേറ്റായി പോയി അപ്ലോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചാർജ് പെർ ഹെഡ് 25 dirhams ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇൻക്രീസ് ചെയ്ത് 30 ആക്കിനോന്ന് അറിയില്ല. പിന്നെ നമുക്ക് ഇതുപോലെ അവർ കയറുമ്പം ഫീഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 dirhams കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബണ്ടിൽ ഓഫ് ഗ്രാസ്, പുല്ല് ഇങ്ങനെ തരും. അത് എല്ലാ ഇവിടുത്തെ ആനിമൽസിനും, കഴിക്കുന്ന ആനിമൽസിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജിറാഫിന് ഇത്രയും ലൈവായിട്ട് ഫുഡ് കൊടുക്കുന്നത്. അത് എന്ത് രസത്തിലാണെന്നറിയോ, കഴിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് കണ്ടോ എല്ലാവരും കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുക. കുറേ കുട്ടികളൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഈ ഒരു ജിറാഫിനെ ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഡിയറിൻ്റെ ഇതിൽപ്പെട്ട ഗിനിക്കോഴിയൊക്കെയാണ്. ഗിനി ഉണ്ടോ ആ സൈഡിൽ കൂടെ ഓടിപ്പോകുന്നത്? ഇത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട എന്തോ ഒരു ആനിമലാണ്. അപ്പം ഇത് അത്യാവശ്യം ഇത് കൊടുക്കുമ്പോൾ തന്നെ കഴിക്കുന്നുണ്ട് നല്ലോണം മേടിച്ചിട്ട്. അതാണ് എനിക്ക് തോന്നിയത്. ഇത് കോമൺ ആയിട്ട് കൊടുക്കുന്ന എന്തോ ഒരു ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ്. എന്താണെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഒറിജിനൽ മാൻ അതൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ജിറാഫ് ഇവരൊക്കെ ഓൾമോസ്റ്റ് ഒരു ഏരിയയിലാണ്, സെപ്പറേറ്റ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഓസ്ട്രിച്ച്, ഇത് കോമഡി ആയിരുന്നു കേട്ടോ ഇവരുടെ കളി. കാരണം ഇവരുടെ ഈ ഒരു ഇത് കണ്ടോ കേജ്, ഇതിൻ്റെ പുറത്ത് ഇവർക്ക് നല്ല ഓപ്പൺ ആയിട്ട് നമ്മളെ കൊത്തുന്ന പോലെ വരാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നേ. നമ്മൾ പുല്ല് കൊടുക്കുന്ന സമയത്ത് ഇത് ഓടി കൊത്താനൊക്കെ വരുന്ന പോലെ വന്നു. പിന്നെ ഇത് ബേർഡ്സ്, ഇത് നോർമലി കണ്ടുവരുന്ന കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ്. ഈ കേജ് ഇതിൻ്റെയൊക്കെ കൂടി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ നമ്മുടെ കാക്ക, നാട്ടിലെ കാക്കയാണ്. നല്ല എന്താ പറയുക, ഗെറ്റപ്പിൽ കൂട്ടിലിരിക്കുന്നത് അവിടുത്തെ ഒരു അട്രാക്ഷനായിട്ട്. ഇത് നമ്മുടെ മൂങ്ങ ചച്ചിരിക്കുന്നത് പോലെ ഇല്ലേ അത് വീഡിയോ നോക്കിയിട്ട്. ഇതാ വന്നു, ഇത് കൊത്തിയെടുക്കാനൊരു വരവ്. ഇത് കണ്ടേ കഴിക്കുന്നുണ്ടേ, ഒറ്റ കൊത്താ. അതിൻ്റെ സെക്കൻഡ് വണ്ണാണ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് പേടിച്ചിട്ട് അത് തറയിൽ പോയതാട്ടോ. സത്യം പറഞ്ഞാൽ അയ്യോ നോക്കിയേ, അതെന്ത് ഇതിലാ കൊത്തിയെടുക്കുന്നതെന്ന് എല്ലാവർക്കും പേടിയായി. എൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ചേട്ടനൊക്കെ കണ്ടോ പേടിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടായത്. പിന്നെ ഇതുപോലത്തെ ഒരു കേവ് പോലത്തെ ഒരു ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് തോന്നുന്നു. പിന്നെ എന്തോ വരുന്നുണ്ട് അവിടെ, എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ കൂടെ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് പോലെയുണ്ട്. അവിടുത്തെ ഒരു വ്യൂ കിട്ടും. അവിടെ ഫിഷസും കാര്യങ്ങളും പിന്നെ ഒരു പാലൊക്കെ ഉണ്ട്. അതായത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വ്യൂ കിട്ടും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ജസ്റ്റ് വ്യൂ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ വേണ്ടി കയറിയതാ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത്രയും ഭംഗിയുള്ള ഒരു ആനയുടെ ഒരു സ്റ്റാച്യു ആയിരുന്നു. എന്ത് രസമാണെന്ന് അറിയോ. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ലയൺ കിങ്ങിലൊക്കെ കാണുന്നില്ല, ഭയങ്കര ലൈവായിരുന്നു കേട്ടോ എലിഫന്റ്. പിന്നെ ഈ സ്വാൻ, ഈ വെള്ളത്തിൽ കുറേ കോയിക്കാർപ്പ് ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്വാന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, പ്യോർ വൈറ്റ് ആയിട്ട്. എന്ത് രസമാണെന്നറിയോ. ഇതുവരെ ഈ ഗ്രാസ് കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വണ്ടർ തോന്നി. കാരണം ഈ ഗ്രാസ് ഇത്രയും ഇവിടുത്തെ ഇത് കഴിക്കണ്ടെങ്കിൽ ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഇഷ്ടമുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കണം. പിന്നെ നമ്മുടെ മങ്കി, എൻ്റെ ഫേവറേറ്റ് മങ്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മങ്കീനെ. കണ്ടോ അതുവരെ അതിൻ്റെ മുഖം കുഞ്ഞു മുഖം കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മുഖമാണ്. അതുവരെ മേടിച്ച് കഴിക്കുന്നുണ്ട്. നോക്കിയേ. എന്നിട്ട് ഇങ്ങനെ അതിന് അവിടെ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടിയൊക്കെ ഇതാ കണ്ടോ അള്ളിപ്പിടിച്ച് പോയി. പിന്നെ ഇതെന്തോ ഈഗിളോ വൾച്ചറോ എന്തോ ആയിരുന്നു. പിന്നെ ഇതാ ബേർഡ്സ് ഒക്കെ കണ്ടോ, കുറേ കുഞ്ഞു കുഞ്ഞു ബേർഡ്സ്. പിന്നെ ഇത് നമ്മുടെ അങ്കക്കോഴി എന്നൊക്കെ പറയുന്ന പോലെ അതല്ല, ആ ഒരു ഇതിൽ വരുന്നതാണ്. പീകോക്കിനെ കണ്ടോ, ഈ ഒരു കുഞ്ഞു കോഴി ഇത് എൻ്റെ ഈ ഒരു ഗ്രാസ് കൊടുത്ത സമയത്ത് മേടിച്ച് കഴിച്ചു. പിന്നെ പീകോക്കിനെ കണ്ടു. പിന്നെ ഇതുപോലത്തെ വാട്ടേഴ്സിലൊക്കെ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, ലൈക്ക് ടോട്ടോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ, ഇതാണ് ലൈവായിട്ട് ഞാൻ പറഞ്ഞത്. വെള്ളത്തിലല്ലാണ്ട് തന്നെ ഇവിടെ വലിയ ടോട്ടോയ്സ് ഉണ്ടായി. ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും സൈസുള്ള ടോട്ടോയ്സിനെ ഇവിടെ ദുബൈയിൽ വന്നപ്പോൾ കാണുന്നത്. നാട്ടിൽ നിന്നൊന്നും ഇത്ര സൈസുള്ള ഞാൻ കണ്ടിട്ടുണ്ടായില്ല. എനിക്ക് ഭയങ്കര പേടിയായി കണ്ടപ്പം. കാരണം അതിൻ്റെ ടെങ്കൊക്കെ കണ്ടോ, അത് കഴിക്കുന്ന ഇതൊക്കെ കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ ഡിസ്കവറി ചാനലിൽ ആനിമൽ പ്ലാനറ്റിലൊക്കെ ഇത്രയും സൈസുള്ളതിനെ കണ്ടത്. പിന്നെ ക്യാമൽ, കുട്ടി ക്യാമലാണ്, ഭയങ്കര ക്യൂട്ടായിരുന്നു, രസമായിരുന്നു. ഇതെൻ്റെ ബാക്കിലില്ല, ഞങ്ങളൊക്കെ ഇട്ട് ഓടിച്ചു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി കൂടെ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫുഡ് കൈ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഓടിച്ചു. ഇതായി പുഴി കൂടെ ചുറ്റിയിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ യമു ഉണ്ട്. യമു തന്നെയാന്ന് തോന്നുന്നു പറയുക ഇതിന്. യമു എത്ര വിളിച്ചിട്ടും വന്നില്ല ഈ ഒരു പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അതിന് കൊടുത്തുമില്ല. പിന്നെ നമ്മൾ പോകുന്നതാണ് നമ്മുടെ ഷീപ്പ്, അതിൻ്റെ ഏരിയയിലോട്ടേക്ക്. ഇത് ഭയങ്കര രസമായത്. പിന്നെ എനിക്ക് പാവവും തോന്നി, ഇതൊക്കെ പുറത്തിങ്ങനെ നടക്കേണ്ടതല്ലേ.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാവരും തിങ്ങി, അപ്പോൾ എല്ലാവരും കണ്ടോ കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എല്ലാവരും കൂടി ഇടിച്ച് തള്ളി കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അതിനും കുറച്ച് ടൈം അവിടെ നിന്നിട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ അപ്പോൾ അപ്പം വൈറ്റാണ്. അപ്പം ഇതിനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മൈസൂർ ഒരു പാർക്കിൽ പോയാലും ആ സമയത്ത് അവിടുത്തെ പോയപ്പം ഇതൊക്കെ ഭയങ്കര ടയേർഡായി ക്ഷീണിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഒരു ഉഷാറൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നോക്കി നമ്മുടെ ചീറ്റ. അപ്പം ഇതും ആ ഒരു എന്താ പറയുക, ഇതുപോലെ തന്നെ എല്ലാവരും ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്തു ഈ ഒരു സെഷനിലോട്ടേക്ക് കയറിയപ്പോൾ. അത് എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ അത് ആ ഒരു തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ ടൈഗറും എല്ലാം ഉണ്ടായത്. ടൈഗർ 2 3 4 ഉണ്ടായി. ആരും ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും റെസ്റ്റിംഗ് മോഡലായിരുന്നു. ഇവരെ കണ്ടോ, എന്തോ ഒരു പേര് പറയാനുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് അത്യാവശ്യം അടിപൊളിയായിരുന്നു കണ്ടോ, ഇതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇവിടെ മിസ് ചെയ്ത് നമ്മുടെ ഒറാങ്കുട്ടനാണ്. ഞാൻ അതിനെ കാണാനായിട്ടാണ് വന്നത്, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിവിടെ ഉണ്ടായില്ല, എന്തോ വയ്യാത്തത് കൊണ്ട് അതിനെവിടത്തേക്കോ മാറ്റീനെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ലയണൊക്കെ ചത്ത് കിടക്കുന്ന പോലെ കിടക്കുക, ഒരു ഉഷാറില്ലാണ്ടേ. പിന്നെ എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയില്ലായിരുന്നു, ചില സമയം ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടാണല്ലോ, ഫുഡിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സന്തോഷവും ഒരു ഉഷാറൊന്നും ഇല്ലാത്ത പോലെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായത്. അപ്പം ഈ ഒരു സെഷനിലോട്ടേക്ക് കയറിയപ്പോൾ ഞാൻ ഇച്ചിരി ഡൗൺ ആയി. കാരണം നമുക്കൊരു കണ്ടപ്പോൾ ഒരു വാവ് അല്ലെങ്കിൽ ഇതെന്ന് പറയാനുള്ള ഒരു ഇതൊന്നും തോന്നിയില്ല. പുലീനെ ഞാൻ വിളിക്കുന്നുണ്ടോ, വല്ല വീട്ടിലെ പട്ടീനെയോ പൂച്ചേനെയൊക്കെ വിളിക്കുന്നത് പോലെ. പിന്നെ ഈ സാധനത്തിന് ബാക്കിയുള്ള ഗ്രാസ് നമുക്ക് തീർക്കണമല്ലോ, അപ്പം ഞാൻ അതൊക്കെ ഇതിനൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും തീർക്കുകയായിരുന്നു. ഇത് കിടക്കുന്നുണ്ടോ, ഇതിനെ ഞാൻ കുറേ കൈയൊക്കെ കൊട്ടി വിളിച്ചിട്ടാണ് പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഇതാ ആ സൈഡിലതാ വേറൊരാൾ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇത് കണ്ടോ നമ്മുടെ മൗഗ്ലിയിലെ ബഗീര, പിന്നെ മംഗൂസ്. ഇത് ക്യൂട്ടായിരുന്നു കേട്ടോ, കുഞ്ഞ് സൈസിൽ നല്ല രസമുണ്ടായി. അവരെ ടെയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ഭംഗിയാ. അവരും കഴിച്ചു കേട്ടോ ഇത് കൊടുത്തപ്പോൾ. നമ്മുടെ ക്രോക്കഡൈലും അത്യാവശ്യം എനിക്ക് തോന്നി ഈ പോണ്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ക്രോക്കഡൈൽസ് ഉണ്ട്. കണ്ടോ, ഒരാൾ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക. പുറത്തുനിന്ന് ഞങ്ങളിങ്ങനെ ഈ ഗ്രാസ് ഇങ്ങനെ നീട്ടുന്നുണ്ട്, അത് കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് അതിൽ കൂടെയാണ്. പിന്നെ ഇതുപോലെ നമുക്ക് എന്താ പറയുക, ടയേർഡാകുമ്പം കഴിക്കാൻ ഡ്രിങ്ക്സും സ്നാക്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ റേറ്റൊക്കെ ചോദിച്ച് എന്തൊക്കെയാന്നൊക്കെ ആ ചേട്ടനോട് ചോദിക്കില്ലായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു, വെള്ളം മേടിച്ചു. കാരണം എനിക്ക് ഭയങ്കര ടയേർഡായി, ദാഹിച്ചുകൊണ്ടാണ് ആകെ അതേ കഴിക്കാൻ എനിക്ക് തോന്നിയുള്ളൂ. വെള്ളമല്ല, സോറി ഗൈസ്, മറന്നുപോയി, പെപ്സിയോ കോളേറ്റ് ആയിരുന്നു തോന്നുന്നു. വെള്ളവും മേടിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇതാ കുറേ മങ്കി കണ്ടോ, അതെൻ്റെ കയ്യിൽ തൊട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെയായി, കാരണം അത് മാന്തിയതാണോ തൊട്ടതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെ ഇതാക്കിയപ്പം ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇത് ഹെന്ന്, പല ടൈപ്പിലുള്ള ഹെന്ന് ഞാൻ കണ്ടോ, അത് അവിടെ ഇട്ടിട്ട് പോയി, വേണമെങ്കിൽ തിന്നോടാന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ സ്വന്തം ബെയർ, കരടി. ഇതുണ്ടോ വൈറ്റ് കളറിലുള്ള ആട്, ഞാൻ അതിനൊക്കെ കൊടുത്തു കേട്ടോ. അതൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ചിലവരൊക്കെ കൊടുക്കുന്നുണ്ട്, അത് അപ്പുറത്തെ സൈഡിൽ നിന്നും കഴിക്കുന്നുണ്ടായി. പിന്നെ ഇത് നമ്മുടെ ബെയർ, കരടിക്കുട്ടന്മാരൊക്കെ ഡബിൾ എന്താ പറയുക, ഭയങ്കര സേഫ് ആയിട്ടുള്ള ഗേജിലായിരുന്നു. 2 ലെയർ ഓഫ് ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നന്നായിട്ട് ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഹസ്കീൻ്റെ പോലത്തെ ഹസ്കി തന്നെയാന്ന് തോന്നുന്നു. ഇതാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ, ഇവിടുത്തെ നമ്മുടെ കൊക്കാറ്റു ഈ ബേർഡ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മക്കാവോ ഒക്കെ ഉള്ള ഭയങ്കര എനിക്കിഷ്ടമായി കേട്ടോ. നമുക്ക് ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ഇതുപോലെ ഇവരിതാ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെച്ച് തരും. എൻ്റെ കയ്യിൽ അത് നഖത്തോണ്ട് അള്ളി പിടിച്ചപ്പോഴാണ് ഞാൻ നാക്കിയത്. കണ്ടോ, തലയിലൊക്കെ വെച്ച് തരും, കയ്യിൽ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് എന്ത് രസം നോക്കിയത് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതാ സെക്കൻഡ് ബേർഡ് കണ്ടോ, വേറൊരു ബേർഡ് കണ്ടോ, ഇവിടെ എൻ്റെ കയ്യിൽ 2 ആളുണ്ട്. ആ ചേട്ടൻ്റെ കയ്യിലൊക്കെ മെക്കാവ് കണ്ടോ, ഇങ്ങനെ ഷോൾഡറിൽ തലയിലൊക്കെ നമുക്ക് വെച്ചുതരും, നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇത് കണ്ടോ, ഞങ്ങൾ ഇവിടെ നിന്ന് കിന്നാരം പറയലായിരുന്നു, എന്നോട് നാട്ടിലൊക്കെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞൊരു ഉമ്മ തരാമെന്ന്, എനിക്ക് ഇങ്ങോട്ട് വന്ന്. നല്ല രസമായിരുന്നു അത്, വായനെ കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വരാത്തവരുണ്ടെങ്കിൽ കുട്ടികളെയും കൂട്ടിയിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി പാർക്കാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒറാങ്കുട്ടൻ ഉണ്ട് എന്നാണ്, തിരിച്ചു വന്നെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക്. അപ്പം റേറ്റൊക്കെ കുറവാണ്, ഇതാ എൻട്രൻസ്. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, സജഷൻസും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.